നമസ്കാരം. PSC ഓഡിയോ ലേണിംഗ്സിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ജീവശാസ്ത്രത്തിലെ വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. PSC പരീക്ഷകൾക്ക് വേണ്ട ജീവകത്തെക്കുറിച്ചുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഘടകമാണ് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ. ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് 1911 കാസിമർ ഫങ്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് 1911 കാസിമർ ഫങ്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വൈറ്റമിൻ. കോ എൻസൈം എന്ന ആഹാര ഘടകമാണ് വൈറ്റമിൻസ്. പ്രധാനമായും ജീവകങ്ങൾ 13 എണ്ണമാണ് ഉള്ളത്. 13 ജീവകങ്ങളാണ് ആകെ ഉള്ളത്. അവയെ രണ്ടായി തരംതിരിക്കാം: കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ. 13 ജീവകങ്ങളാണുള്ളത്. ഇവയെ കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ തരംതിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അടക്ക് ADEK എന്ന് ഓർത്തു വെച്ചാൽ മതിയാകും. അടുത്തത് ജലത്തിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സുകളായ B1, B2, B3, B5, B6, B7, B9, B12. ജലത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സുകളായ B1, B2, B3, B4 ഇല്ല. B4 എന്നൊരു വൈറ്റമിൻ ഇല്ല. അടുത്തത് B5, B6, B7, B8 എന്നൊരു വൈറ്റമിൻ ഇല്ല. B9, B12. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് B7, B5, K. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ കെ, വൈറ്റമിൻ B7, വൈറ്റമിൻ B5. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാവുന്ന അവസ്ഥയാണ് ജീവകാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ്. ജീവകങ്ങളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാവുന്ന അവസ്ഥയാണ് ജീവകാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ്. വിറ്റാമിനുകളുടെ കുറവ് മൂലം ഉണ്ടാവുന്ന അവസ്ഥയാണ് അപര്യാപ്തത രോഗങ്ങൾ. വൈറ്റമിനുകളുടെ കൂടുതൽ മൂലം ഉണ്ടാവുന്നത് ജീവകാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ്. വൈറ്റമിനുകളുടെ കുറവ് മൂലം ഉണ്ടാവുന്നത് അപര്യാപ്തത രോഗങ്ങൾ. അടുത്തതായി നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആയ ADEK എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. ജീവകം എ. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. കാഴ്ചശക്തിക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് ജീവകം എ. കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും
അത്യാവശ്യം വേണ്ട ജീവകമാണ് ജീവകം എ. നമുക്കറിയാം റെറ്റിനോൾ എന്ന് പറയുന്നത്, റെറ്റിന എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ റെറ്റിനോൾ എന്ന് ജീവകം എയെ ഓർത്തു വയ്ക്കാൻ വേണ്ടി എളുപ്പമാവുമല്ലോ. ശരീരത്തിലെ തൊലി അഥവാ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ജീവകമാണ് ജീവകം എ. ഇലക്കറികൾ, പാൽ, തേൻ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം എ. ഇലക്കറികൾ, പാൽ, തേൻ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം എ. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻസ്, കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്ന് പറയുന്നതും ജീവകം എ തന്നെ. ഇലക്കറികൾ, പാൽ, തേൻ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. കണ്ണുകൾ, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. റെറ്റിനോൾ എന്ന ശാസ്ത്രീയ നാമം. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ ഇവയെല്ലാം ജീവകം എ ആണ്. ശരീരത്തിൽ വെച്ച് വിറ്റാമിൻ എ ആയി മാറുന്നതിനാൽ കരോട്ടിൻ പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ശരീരത്തിൽ വെച്ച് വിറ്റാമിൻ എ ആയി മാറുന്നതിനാൽ കരോട്ടിൻ പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. PSC എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ. വൈറ്റമിൻ എ ശരീരത്തിൽ അപര്യാപ്തമാവുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് നിശാന്തത, സിറോസ്താൽമിയ. രണ്ടും കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. വൈറ്റമിൻ എ ശരീരത്തിൽ അപര്യാപ്തമാവുന്നത് മൂലം ഉണ്ടാവുന്ന രോഗമാണ് നിശാന്തത, സിറോസ്താൽമിയ. നമുക്കറിയാം വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വൈറ്റമിൻ എ എത്താത്തത് മൂലം കണ്ണിനുണ്ടാവുന്ന അസുഖങ്ങളാണ് നിശാന്തത, സിറോസ്താൽമിയ. അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്ന മറ്റൊരു വൈറ്റമിനായ ഡിയെ കുറിച്ച് പഠിക്കാം. വൈറ്റമിൻ ഡി, ജീവകം ഡി, ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. ജീവകം ഡി, ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. ശരീരത്തിലെ എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യം നൽകുന്ന കാൽസ്യത്തെ ആഗിരണം ചെയ്യാൻ അത്യാവശ്യമായും ശരീരത്തിൽ വേണ്ട വൈറ്റമിനാണ് കാൽസിഫെറോൾ. ശരീരത്തിലെ എല്ലുകൾക്കും പല്ലുകൾക്കും അത്യാവശ്യം വേണ്ട കാൽസ്യത്തെ ആഗിരണം ചെയ്യാൻ ശരീരത്തിൽ നിർബന്ധമായും വേണ്ട വൈറ്റമിനാണ് കാൽസിഫെറോൾ അഥവാ വൈറ്റമിൻ ഡി. അതുകൊണ്ട് തന്നെ കാൽസിഫെറോൾ എന്ന പേര് മറക്കില്ലെന്ന് വിചാരിക്കാം. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികൾ അഥവാ UV റേസ്, അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് ഉപാപചയത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഡി അഥവാ കാൽസിഫെറോൾ. കാൽസ്യം, ഫോസ്ഫറസ് ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ജീവകമാണ് ജീവകം ഡി അഥവാ കാൽസിഫെറോൾ. സസ്യങ്ങളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിനുകളാണ് കാൽസിഫെറോൾ. കാൽസിഫെറോൾ അഥവാ വൈറ്റമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സ് സൂര്യരശ്മികളാണ്. സൺഷൈൻ വൈറ്റമിൻ എന്നും അതുകൊണ്ട് കാൽസിഫെറോൾ അറിയപ്പെടുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ഡി ലഭിക്കുന്നത് സൺഷൈൻ അഥവാ സൂര്യരശ്മികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് കാൽസിഫെറോൾ അഥവാ വൈറ്റമിൻ ഡി.
ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് കാൽസിഫെറോൾ. ആൻറ്റി റിക്കറ്റിക് കാരണം വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന അസുഖമാണ് റിക്കറ്റ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ശരീരത്തിലുണ്ടാവുന്ന 2 അസുഖങ്ങളുണ്ട്, റിക്കറ്റ്, കണ. അപ്പോൾ റിക്കറ്റിനെ തടയുന്നത് എന്നുള്ള അർത്ഥം കൊണ്ട് ആൻറ്റി റിക്കറ്റ് എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സ്റ്റിറോയിഡായി പ്രവർത്തിക്കുന്ന പ്രധാന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഒരു സ്റ്റിറോയിഡായി വൈറ്റമിൻ ഡി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി തന്നെ. ആൻറ്റി റിക്കറ്റ്, സൺഷൈൻ വൈറ്റമിൻ, സ്റ്റിറോയിഡ് വൈറ്റമിൻ. പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. നമ്മൾ പറഞ്ഞു അപര്യാപ്തത രോഗം, കണ, റിക്കറ്റ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് വൈറ്റമിൻ ഇയെ കുറിച്ചാണ്. വൈറ്റമിൻ ഇ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ അഥവാ ജീവകം ഇ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ അഥവാ ടോക്കോഫെറോൾ. ശരീരത്തിൽ ഒരു ഹോർമോണായി കൂടെ പ്രവർത്തിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ശരീരത്തിൽ ഒരു ഹോർമോണായി കൂടെ പ്രവർത്തിക്കുന്ന വൈറ്റമിനാണ് ടോക്കോഫെറോൾ അഥവാ ജീവകം ഇ. ജീവകം ഇയെ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് വിളിക്കാം. ആൻറ്റി സ്റ്റെറിലിറ്റി കാരണം വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം ശരീരത്തിലുണ്ടാവുന്ന അസുഖമാണ് സ്റ്റെറിലിറ്റി അഥവാ വന്ധ്യത. അപ്പോൾ വന്ധ്യത അകറ്റാൻ അഥവാ സ്റ്റെറിലിറ്റിയെ പ്രതിരോധിക്കാൻ പ്രധാനമായും ഉപകാരപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് തന്നെ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ ഇ. ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിനാണ്. ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഒരു നിരോക്സീകാരി കൂടിയാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഹോർമോൺ മാത്രമല്ല, ഒരു നിരോക്സീകാരി കൂടിയാണ്. പ്രത്യുൽപാദന അവയവങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. പ്രത്യുൽപാദന അവയവങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. മുളപ്പിച്ച പയർ, മുട്ടയുടെ മഞ്ഞക്കരു എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. മുളപ്പിച്ച പയർ, മുട്ടയുടെ മഞ്ഞക്കരു എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ഹൃദയാരോഗ്യത്തിന് പ്രധാനപ്പെട്ട വൈറ്റമിനും വൈറ്റമിൻ ഇ തന്നെ. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിനാണ് ഒരു ഹോർമോൺ കൂടിയായി പ്രവർത്തിക്കുന്ന നിരോക്സീകാരിയായിട്ടുള്ള വൈറ്റമിൻ ഇ. അപര്യാപ്തത രോഗം, വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ. ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്നു. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഒരു നിരോക്സീകാരിയായിട്ട് കൂടി പ്രവർത്തിക്കുന്നു. പ്രത്യുൽപാദന അവയവങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ. മുളപ്പിച്ച പയർ, മുട്ടയുടെ മഞ്ഞക്കരു എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. ഹൃദയാരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ. അപര്യാപ്തത രോഗം, വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളായ എ, ഡി, ഇ, കെ
അതിൽ എ, ഡി, ഇ എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അടുത്തതായി ചർച്ച ചെയ്യുന്നത് വൈറ്റമിൻ കെയെക്കുറിച്ചാണ്. ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ. രക്തം കട്ട പിടിക്കാൻ അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ കെ അഥവാ ഫില്ലോക്വിനോൺ. രക്തം കട്ട പിടിക്കാൻ അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ കെ. കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനും വൈറ്റമിൻ കെ തന്നെ. കരളിൻ്റെ ആരോഗ്യത്തിന്. വൈറ്റമിൻ എ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എ കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിനാണ്. എന്നാൽ കരളിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. രക്തസ്രാവം തടയാൻ നിർബന്ധമായും ശരീരത്തിൽ വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അതുകൊണ്ട് ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ കെ അഥവാ ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം അഥവാ ഹെമറേജ്. ഹെമറേജിന് കാരണമാവുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ അഭാവം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസുകളാണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. നമ്മൾ പറഞ്ഞു ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്. വൈറ്റമിൻ ബി കോംപ്ലക്സിലെ ആദ്യ വൈറ്റമിനായ വൈറ്റമിൻ B1 കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ B1. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. വൈറ്റമിൻ B1 തയാമിൻ. ആൻറ്റി ബെറിബെറി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് തയാമിൻ അഥവാ B1. അതുകൊണ്ട് തന്നെ അപര്യാപ്തത രോഗം ബെറിബെറി. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരസുഖമാണ് ബെറിബെറി. വിറ്റാമിൻ B1 തയാമിൻ ആൻറ്റി ബെറിബെറി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അപര്യാപ്തത രോഗം ബെറിബെറി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. ധാന്യങ്ങളുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് തയാമിൻ അഥവാ B1. ധാന്യങ്ങളുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1 അഥവാ തയാമിൻ. അതുകൊണ്ട് തന്നെ അരി കഴുകുന്നതിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. ധാന്യങ്ങളുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് തയാമിൻ. അരി കഴുകുന്നതിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1 അഥവാ തയാമിൻ. B1 കഴിഞ്ഞു. അടുത്തത് B2, വൈറ്റമിൻ B2. റൈബോഫ്ലാവിൻ എന്നാണ് വൈറ്റമിൻ B2 ശാസ്ത്രീയ നാമം. റൈബോഫ്ലാവിൻ. വായ്, നാവ്, ചുണ്ടുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിൻ. വായ്, നാവ്, ചുണ്ട് എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ B2. പ്രകാശമേറ്റാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. പ്രകാശമേറ്റാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം B2 തന്നെ. നമ്മൾ പറഞ്ഞു പ്രകാശമേറ്റാൽ നശിക്കുന്ന വൈറ്റമിനാണ് B2 അഥവാ റൈബോഫ്ലാവിൻ. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള പ്രകാശമേൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ അഥവാ B2.
ലൈറ്റ് സെൻസിറ്റീവ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു? സൂര്യരശ്മികൾ കൊണ്ടാൽ നശിക്കുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് സെൻസിറ്റീവ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ B2. ലാക്ടോഫ്ലാവിൻ എന്നും വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിൻ അറിയപ്പെടുന്നുണ്ട്. ലാക്ടോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. അപര്യാപ്തത രോഗം ഗ്ലോസൈറ്റിസ് കിലോസിസ്. വൈറ്റമിൻ B2 അപര്യാപ്തത രോഗമാണ് ഗ്ലോസൈറ്റിസ് കിലോസിസ്. വിറ്റാമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിനും B2 തന്നെയാണ്. വിറ്റാമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. അടുത്തത് B3, വൈറ്റമിൻ B3. വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. ജീവകം B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് നിയാസിൻ അഥവാ B3 ആണ്. ജീവകം B3 നിർബന്ധമായി പഠിച്ചിരിക്കുക. നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. നിക്കോട്ടിനിക് ആസിഡ് അഥവാ നിയാസിൻ എന്നറിയപ്പെടുന്നത് ജീവകം B3. അപര്യാപ്തത രോഗം പെല്ലഗ്ര. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. പെല്ലഗ്ര രോഗമാണ് 4D ഡിസീസ് എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത രോഗമായിട്ടുള്ള പെല്ലഗ്ര 4D ഡിസീസ് എന്നറിയപ്പെടുന്നു. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ രോഗമാണ് പെല്ലഗ്ര അഥവാ 4D ഡിസീസ്. വൈറ്റമിൻ B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നു. അപര്യാപ്തത രോഗം പെല്ലഗ്ര. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാവുന്ന അവസ്ഥയാണ് പെല്ലഗ്ര അഥവാ 4D ഡിസീസ്. അതുകൊണ്ട് തന്നെ ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B3. ആൻറ്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B3. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ B5 ആണ്. വൈറ്റമിൻ B5ൻ്റെ ശാസ്ത്രീയ നാമമാണ് പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B5ൻ്റെ ശാസ്ത്രീയ നാമമാണ് പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B5ൻ്റെ അപര്യാപ്തത രോഗം മാത്രമേ പഠിക്കാനുള്ളൂ. അപര്യാപ്തത രോഗമാണ് പാരാസ്തീഷ്യ. വൈറ്റമിൻ B5ൻ്റെ അപര്യാപ്തത രോഗം പാരാസ്തീഷ്യ. ഈ ഒരു ഓഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അസുഖങ്ങൾ എന്താണെന്ന്. വൈറ്റമിൻ B5, പാൻറ്റോതെനിക് ആസിഡ്, അപര്യാപ്തത രോഗം, പാരാസ്തീഷ്യ. അടുത്തതായി പഠിക്കാനുള്ളത് വൈറ്റമിൻ B6. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസായ C, B, അവയിൽ ബിയിൽപ്പെട്ട ബി കോംപ്ലക്സുകളായ B6. B6ൻ്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ. വൈറ്റമിൻ B6ൻ്റെ ശാസ്ത്രീയ നാമമാണ് പിരിഡോക്സിൻ. വൈറ്റമിൻ B6ൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. B6ൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. പെരിഫറൽ ന്യൂറോപ്പതി B6ൻ്റെ അഭാവം മൂലം ഉണ്ടാവുന്ന മറ്റൊരു രോഗമാണ് പെരിഫറൽ ന്യൂറോപ്പതി. മൈക്രോസെറ്റിക് അനീമിയ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് B6. മൈക്രോസെറ്റിക് അനീമിയ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പഠിച്ചു വയ്ക്കുക.
പ്രധാനമായും വൈറ്റമിൻ B6 പഠിക്കാനുള്ളത് അവയുടെ ശാസ്ത്രീയ നാമമാണ് പിരിഡോക്സിൻ. അടുത്ത ജീവകമാണ് ജീവകം B7. B7ൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ. ഈ ഓഡിയോയുടെ അവസാന ഭാഗം ജീവകങ്ങളും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും ഒന്നുകൂടെ പറയുന്നതാണ്. വൈറ്റമിൻ B7, ബയോട്ടിൻ. ജീവകം H എന്നറിയപ്പെടുന്ന ജീവകമാണ് B7. നിർബന്ധമായും പഠിച്ചിരിക്കുക. ജീവകം H എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B7. അപര്യാപ്തത രോഗം ഡെർമറ്റൈറ്റിസ് എന്ന രോഗം ഉണ്ടാവുന്നത് വൈറ്റമിൻ B7ൻ്റെ അപര്യാപ്തത മൂലമാണ്. മുടിയുടെയും നഖത്തിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ശരീരത്തിൽ വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ B7. മുടിയുടെയും നഖത്തിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യമാർന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B7 അഥവാ ബയോട്ടിൻ. ജീവകം H കൂടെ എന്നറിയപ്പെടുന്നുണ്ട് B7. ജീവകം Hൻ്റെ അഥവാ ജീവകം B7ൻ്റെ അഥവാ ബയോട്ടിൻ്റെ അഭാവം മൂലം മുടികൊഴിച്ചിൽ, അകാലനര എന്നിവയ്ക്ക് കാരണമാവുന്നു. മുടികൊഴിച്ചിൽ, അകാലനര എന്നിവയ്ക്ക് കാരണമാവുന്ന വൈറ്റമിനാണ് B7, H അഥവാ ബയോട്ടിൻ. നിങ്ങൾക്കറിയാം, ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തത് വൈറ്റമിൻ B9 ആണ്. വൈറ്റമിൻ B9. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B9. ഫോളിക് ആസിഡ്. അപര്യാപ്തത രോഗം അനീമിയ. രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ B9. വൈറ്റമിൻ B6 നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീമിയ എന്നത് അതിൻ്റെ ഒരു അപര്യാപ്തത രോഗമാണെന്ന്. പക്ഷേ PSC ക്വസ്റ്റ്യനുകളിൽ ഓപ്ഷനിൽ പ്രധാനമായും B6ഉം B9ഉം ഒരുമിച്ചുണ്ടാവാറില്ല. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വൈറ്റമിൻ B9ൻ്റെ അപര്യാപ്തത രോഗമായിട്ടാണ് അനീമിയ. B6 കൂടി ഓർത്തു വെച്ചാൽ മതി. രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് അത്യാവശ്യം വേണ്ട ഘടകമാണ് വൈറ്റമിൻ B9 അഥവാ ഫോളിക് ആസിഡ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണമാവുന്ന അപര്യാപ്തമാർന്ന വൈറ്റമിൻ B9 ബാധിക്കുന്നു. വൈറ്റമിൻ B9ൻ്റെ അപര്യാപ്തത മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണമാവുന്നു. അടുത്തത് വൈറ്റമിൻ B12. വൈറ്റമിൻ B12. സയനോകൊബാലുമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 സയനോകൊബാലുമിൻ എന്നറിയപ്പെടുന്നു. സയനോകൊബാലമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. പെർനീഷ്യസ് അനീമിയ എന്ന രോഗം വൈറ്റമിൻ B12ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ്. പെർനീഷ്യസ് അനീമിയ. PSC ചോദിക്കാറുണ്ട് കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ഏതാണെന്ന്. കൊബാൾട്ട് അടങ്ങിയ ജീവകമാണ് വൈറ്റമിൻ B12 അഥവാ സയനോകൊബാലമിൻ. മനുഷ്യൻ്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് അഥവാ ജീവകമാണ് B12 അഥവാ സയനോകൊബാലമിൻ. മനുഷ്യൻ്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് സയനോകൊബാലമിൻ അഥവാ G12.
സസ്യങ്ങളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിനാണ് B12. B, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നീ ജീവകങ്ങൾ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നു. വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നീ ജീവകങ്ങൾ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വൈറ്റമിൻ സി ആണ്, അഥവാ അസ്കോർബിക് ആസിഡ്. ജലത്തിൽ ലയിക്കുന്ന 2 വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി. വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി പഠിക്കാനുള്ളത് വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സി. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ജീവകമാണ് ജീവകം സി. നിർബന്ധമായി പഠിച്ചിരിക്കുക. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ജീവകമാണ് ജീവകം സി. രോഗപ്രതിരോധ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. രോഗപ്രതിരോധത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ ആയതുകൊണ്ട് രോഗപ്രതിരോധ ജീവകം എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം സി അഥവാ അസ്കോർബിക് ആസിഡ്. സെയിലേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. സെയിലേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. അസ്കോർബിക് ആസിഡിൻ്റെ അഥവാ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന അസുഖമാണ് സ്കർവി അഥവാ സെയിലേഴ്സ് ഡിസീസ്. നമുക്കറിയാം, മാസങ്ങളോളം കപ്പലിൽ തന്നെ ജീവിക്കേണ്ട അവർക്ക് ഫ്രഷ് ഫുഡൊന്നും തന്നെ ലഭിക്കുകയില്ല. അതുകൊണ്ട് വൈറ്റമിൻ സി ശരീരത്തിലെത്താതാവുമ്പോൾ അതിൻ്റെ അപര്യാപ്തത മൂലം അവർക്കുണ്ടാവുന്ന അസുഖമാണ് സ്കർവി അഥവാ സെയിലേഴ്സ് ഡിസീസ്. മോണയിൽ നിന്നും രക്തസ്രാവം വരുന്ന അസുഖമാണ് സ്കർവി. നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, മധുര നാരങ്ങ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്. നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, മധുര നാരങ്ങ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്. പച്ചക്കറികൾ ചൂടാക്കിയാലും പാകം ചെയ്താലും ഈ ജീവകം നഷ്ടമാവും. പച്ചക്കറികൾ ചൂടാക്കിയാലും പാകം ചെയ്താലും വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് നഷ്ടമാവും. മാംസം, മുട്ട എന്നിവയിൽ തീരെ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി. മാംസം, മുട്ട എന്നിവയിൽ തീരെ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി. നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, മധുര നാരങ്ങ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വൈറ്റമിൻ സി പച്ചക്കറികൾ ചൂടാക്കുന്നത് മൂലം നഷ്ടപ്പെടുന്നു. മുറിവ് ഉണങ്ങുന്നതിന് സഹായകമാവുന്ന ജീവകമാണ് ജീവകം സി അഥവാ അസ്കോർബിക് ആസിഡ്. മുറിവ് ഉണങ്ങുന്നതിന് സഹായകരമാവുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ജലദോഷത്തിനും രോഗപ്രതിരോധത്തിനും ഉത്തമമാർന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ജലദോഷത്തിനും രോഗപ്രതിരോധത്തിനും നിർബന്ധം ശരീരത്തിൽ വേണ്ട ജീവകമാണ് ജീവകം സി. ഇനി നമ്മൾ ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും ഒന്ന് ഓടിച്ചു ചർച്ച ചെയ്യാം. ജീവകങ്ങൾ, രാസനാമങ്ങൾ. ജീവകം എ റെറ്റിനോൾ,
ജീവകം B1 തയാമിൻ, ജീവകം B2 റൈബോഫ്ലാവിൻ, ജീവകം B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്, ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്, ജീവകം B6 പിരിഡോക്സിൻ, ജീവകം B7 ബയോട്ടിൻ, ജീവകം B9 ഫോളിക് ആസിഡ്, ജീവകം B12 സയനോകൊബാലമിൻ, ജീവകം C അസ്കോർബിക് ആസിഡ്, ജീവകം D കാൽസിഫെറോൾ, ജീവകം E ടോക്കോഫെറോൾ, ജീവകം K ഫിലോക്കെനോൺ. ഇനി അപര്യാപ്തത രോഗങ്ങളുടെ ഒന്ന് നോക്കാം. ജീവകം A അപര്യാപ്തത രോഗമാണ് നിശാന്തത സിറോഫ്താൽമിയ. ജീവകം B3 പെല്ലഗ്ര, ജീവകം B9 വിളർച്ച, ജീവകം C സ്കർവി, ജീവകം D കണ റിക്കറ്റ്സ്, ജീവകം K രക്തസ്രാവം, ജീവകം E വന്ധ്യത. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോയിൽ ജീവകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ആവർത്തിച്ച് കേൾക്കുന്നത് മൂലം ജീവകത്തിൽ നിന്നും ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നിങ്ങൾ അറിയാതെ തന്നെ ഉത്തരം എഴുതുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോകൾ ആദ്യം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അവയും രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു.